യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഈ അമ്മയുടെ മുന്നിൽ വെച്ച് എനിക്ക് ഇത്രയും ഒരു സാക്ഷ്യം പറയാൻ കിട്ടിയ അവസരത്തെ ഓർത്ത് ആദ്യമായിട്ട് നന്ദി പറയുന്നു. എനിക്ക് വേണ്ടിയിട്ട് എനിക്ക് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചത് എൻ്റെ മമ്മിയും എൻ്റെ ചേച്ചിയുമാണ്. എൻ്റെ ചേച്ചിയാണ് നിൽക്കുന്നത്. 10 ജനുവരി ഈ വർഷം തന്നെയാണ് ഞങ്ങൾ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചത്. അതിൻ്റെ എനിക്ക് ഫസ്റ്റ് മുതലേ എനിക്ക് മാതാവിൽ നല്ല വിശ്വാസമുണ്ട്. പക്ഷേ കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിക്കണം എന്നുള്ളത് എനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ല. എവിടെയാണെങ്കിലും മാതാവുണ്ടല്ലോ, അതുകൊണ്ട് എവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചാണെങ്കിലും മാതാവ് കേൾക്കുമല്ലോ എന്നുള്ളൊരു വിശ്വാസമായിരുന്നു. അവർ ഉടമ്പടി എടുക്കാൻ പോയെന്ന് മുതലേ എനിക്ക് ആ ഒരു ഇതുണ്ടായിരുന്നു. പക്ഷേ ഞാൻ എന്തുകൊണ്ടാണോ ഈ സിറ്റുവേഷനിൽ ഞാൻ പ്രാർത്ഥിക്കണം എന്ന് എനിക്കൊരു ആഗ്രഹം തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ 2017-2021 ബാച്ച് BSc നഴ്സിംഗ് പഠിച്ച സ്റ്റുഡൻ്റായിരുന്നു. ഞാൻ ഞാൻ ചെന്നൈയിലാണ് പഠിച്ചത്. ഞാൻ പഠിച്ച ഹോസ്പിറ്റലിൽ തന്നെ ഞാൻ 2 വർഷം ബോണ്ട് ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഫസ്റ്റ് 1 വർഷം മാത്രം ബോണ്ട് ചെയ്ത് റിസൈൻ ചോദിക്കുമായിരുന്നു ചെയ്തത്. റിസൈൻ ചോദിച്ചപ്പോഴത്തേന് അവിടുത്തെ CEO എൻ്റെ അടുത്ത് എൻ്റെ മുഖത്ത് തന്നെ നോക്കി ഇങ്ങോട്ട് പറയുന്നു, എനിക്ക് തരത്തില്ല, ഇറങ്ങിപ്പോന്നുള്ളൊരു വാക്ക് മാത്രമേ എൻ്റെ അടുത്ത് പറയാതിരുന്നുള്ളൂ. ബാക്കി അത്രയ്ക്ക് എന്നെ ഒത്തിരി കാര്യങ്ങൾ എന്നെ പറഞ്ഞ മനുഷ്യൻ അത്രയും അങ്ങനെ പറഞ്ഞിരുന്നു. ആ ഒരു ഇതുകൊണ്ട് എനിക്ക് തിരിച്ചു പോയി എനിക്ക് ഒരിക്കലും ഇനി ഒരു സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് ആ സാറിൻ്റെ അടുത്തോട്ട് പോയി ചോദിക്കാൻ എനിക്ക് അത്രയ്ക്ക് പേടിയായിരുന്നു. അതുപോലെ തന്നെ ഇനി ഒരിക്കലും തമിഴ്നാട്ടിലെന്ന് പറഞ്ഞൊരു സ്ഥലത്ത് എനിക്ക് ജോലി ചെയ്യരുതെന്ന് വെച്ച് ഞാൻ അവിടുത്തെ രജിസ്ട്രേഷൻ പോയി ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ട്, ഞാൻ കേരളത്തിൽ വരുന്നതിന് മുന്നേ ഞാൻ അവിടെ ക്യാൻസൽ ചെയ്യാൻ വേണ്ടി പോയിരുന്നു. അപ്പോൾ എൻ്റെ മമ്മിയുടെ ആങ്ങളയുടെ മോള് ഉടമ്പടിയൊക്കെ എടുത്ത് നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടത്തിലുള്ള ഒരു മകളാണ്. അപ്പോൾ എൻ്റെ ഒരു ഉടമ്പടി പത്രം ഒറ്റയൊരെണ്ണം മാത്രം എൻ്റെ മമ്മി എനിക്ക് തന്നു വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പത്രം അതെൻ്റെ കയ്യിലുണ്ടെന്ന് അവൾക്കറിയാം. അതുകൊണ്ട് അവൾ എൻ്റെ അടുത്ത് എന്നും ചോദിക്കുമായിരുന്നു, ചേച്ചി അതെനിക്ക് ഞാൻ പഠിച്ച അതേ കോളേജിലാണ് എൻ്റെ അനിയത്തിയും പഠിക്കുന്നത്. അപ്പോൾ അവിടെ പോകാനുള്ള മടി കൊണ്ട് ഞാൻ എപ്പോഴും പറയും, പിന്നെ ആവട്ടെ നാട്ടിൽ വരുമ്പോൾ നിനക്ക് തരാം എന്നുള്ള രീതിയിൽ. എൻ്റെ ഒരു സ്വാർത്ഥത, എൻ്റെ മടി കാരണം ഞാൻ അവൾക്ക് കൊടുക്കാതെ അന്നത്തെ ദിവസമാണ് ഞാൻ ഒരു സ്ഥലത്ത് പോയി ഞാൻ ആ തമിഴ്നാട് രജിസ്ട്രേഷൻ തന്നെ എനിക്ക് ചെന്നൈയിൽ ഇനി വർക്ക് ചെയ്യേണ്ട എന്നുള്ള രീതിയിൽ ഞാനത് ക്യാൻസൽ ചെയ്യാൻ വേണ്ടി പോയത്. അത് കഴിഞ്ഞ് ഞാൻ കേരളത്തിൽ വന്നു. ഇനി എനിക്ക് പിന്നെ BSc നഴ്സിംഗ് പഠിച്ചു എന്ന് മാത്രമായി. കാരണം ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് റിസൈൻ പോലെ ഇറങ്ങി. അവിടുന്ന് എനിക്ക് സർട്ടിഫിക്കറ്റ് ഒന്നും കിട്ടിയിട്ടില്ല. എനിക്ക് തമിഴ്നാട്ടിലുണ്ടായിരുന്ന എനിക്ക് ജോലി ചെയ്യാൻ പറ്റുന്ന അവിടുത്തെ രജിസ്ട്രേഷൻ ഞാൻ തന്നെ പോയി ക്യാൻസൽ ചെയ്തു. പിന്നെ ഞാൻ കേരളത്തിൽ വന്ന് രജിസ്ട്രേഷൻ എടുക്കാം എന്നുള്ള രീതിയിൽ ഞാൻ പോയി രജിസ്ട്രേഷൻ ചെയ്തു. ഒരു 1 മന്ത് കൊണ്ട് കിട്ടേണ്ട രജിസ്ട്രേഷൻ എനിക്ക് 1 മന്ത് കഴിഞ്ഞു, 2 മന്ത് ആയിട്ടും എനിക്ക് കിട്ടുന്നില്ല. അപ്പം എൻ്റെ മനസ്സിലാരോ ഇങ്ങനെ ഇരുന്ന് പറയുന്ന പോലെ, എനിക്ക് നീ അന്ന് ആ പത്രം കൃപാസനം പത്രം ആ കൊച്ച് ഇത്രയും കാര്യത്തോടെ എൻ്റെ അടുത്ത് ഒന്ന് കൊണ്ടു തരാമോ, അതിനു വേണ്ടി നോക്കിയിരിക്കുവാന്ന് വരെ പറഞ്ഞിരുന്നിട്ടും എൻ്റെ സ്വാർത്ഥത കൊണ്ട് ഞാൻ അങ്ങോട്ട് പോകാതെ ഇരുന്നിട്ട് അപ്പം എൻ്റെ മനസ്സിൽ അങ്ങനെ അവൾക്ക് എങ്ങനെയും അത് എത്തിക്കണം എന്നുള്ളത്. ഞാൻ പിന്നെയും തിരിച്ച് കൃപാസനത്തിൽ വന്നു. ഞാൻ 10 കാശ് രൂപവും അവൾക്ക് കുറച്ച് പത്രമായിട്ടൊക്കെ ഞാനത് സ്പീഡ് പോസ്റ്റ് ചെയ്തു. ഞാൻ സ്പീഡ് പോസ്റ്റ് ചെയ്ത് ഒരു 3:30 പോലെ എനിക്ക് സ്പീഡ് പോസ്റ്റ് പോയി എന്നുള്ളത് ഡിസ്പാച്ച് ആയി എന്ന് പറഞ്ഞ് എനിക്ക് നോട്ടിഫിക്കേഷൻ വന്നു. ഞാൻ ആ നോട്ടിഫിക്കേഷൻ സ്ക്രോൾ ചെയ്ത് ഞാൻ എടുത്ത് ഒരു 5 മിനിറ്റ്സിന് മുന്നേ എനിക്ക് അടുത്ത മെയിൽ വന്നു, നിങ്ങളുടെ NOC വന്നിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പം ഞാൻ ഇതായിട്ട് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ആ പത്രം ഞാൻ കൊടുക്കാതിരുന്നിട്ടാണ് എനിക്ക് മാതാവ് അത്രയും ഡിലേ എനിക്ക് തന്നത്. എന്നിട്ട് ഞാൻ എനിക്ക് NOC അങ്ങനെ വന്നു എന്ന് പറഞ്ഞ് എനിക്ക് മെയിൽ വന്നു. അത് കഴിഞ്ഞ് ഞാൻ സാധാ പോലെ എനിക്കത് എൻ്റെ കൂടെ ഉണ്ടെന്ന് മനസ്സിലായി. ഞാൻ ആക്ച്വലി വിശ്വസിക്കുന്നതെന്ന് പറഞ്ഞാൽ എനിക്ക് മാതാവിനെ ഭയങ്കര ഇഷ്ടമാണ്, വിശ്വസിക്കും. പക്ഷെ കൃപാസനം എന്ന് പറഞ്ഞിട്ട് ആലപ്പുഴ വരെ പോകണം എന്നൊന്നുള്ള ഒരു വിശ്വാസമൊന്നും എനിക്കില്ലായിരുന്നു. അപ്പോൾ ഇവർ ഉടമ്പടി എടുക്കാൻ പോകുമ്പോൾ ഇതൊക്കെ എന്തിനാന്നുള്ള രീതിയിലായിരുന്നു എൻ്റെ ചിന്ത. അപ്പം ഞാൻ എങ്ങനെയാണല്ലോ എൻ്റെ സർട്ടിഫിക്കറ്റ് എനിക്ക് അത്യാവശ്യം, എൻ്റെ ജീവിതത്തിൽ എനിക്ക് അതുണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. അപ്പോൾ ആ സർട്ടിഫിക്കറ്റ് കിട്ടേണ്ടതുകൊണ്ട് എനിക്കൊന്ന് അറിയണം മാതാവ് അപ്പം എനിക്ക് അങ്ങനെ തരുന്നുണ്ടോ എന്നുള്ള രീതിയിൽ. അപ്പം മാതാവിൻ്റെ അടുത്ത് ഞാൻ അങ്ങനെ അപേക്ഷിച്ചാണ് ഞാനിങ്ങനെ വന്നത്. അപ്പം അതുപോലെ എനിക്ക് NOC അങ്ങനെ അത് കിട്ടി. അത് കഴിഞ്ഞിട്ട് എനിക്ക് വീണ്ടും കുറേ നാളുകൾ കഴിഞ്ഞിട്ടും എനിക്ക് NOC മെയിൽ മാത്രമേ വന്നുള്ളൂ. എനിക്ക് NOC എൻ്റെ കൈ കിട്ടിയില്ല. എനിക്ക് പോസ്റ്റ് വഴി അത് ആക്ച്വലി വരണം, അതെൻ്റെ കയ്യിൽ കിട്ടുന്നില്ല. അപ്പം കുറച്ച് നാൾ കഴിഞ്ഞ് ഒരു 10 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഒരു ഹേമ എന്ന് പറഞ്ഞ ഒരാൾ എന്നെ
ട്രിവാൻഡ്രം രജിസ്ട്രേഡ് ഓഫീസിൽ നിന്ന് എൻ്റെ അടുത്ത് കേരള കൗൺസിലിൽ നിന്ന് എന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ട് എൻ്റെ അടുത്ത് ഇങ്ങോട്ട് പറയുവാണ് എൻ്റെ NOC വന്നിട്ടേ ഇല്ല, മെയിലേ വന്നിട്ടില്ല എന്നുള്ള രീതിയിൽ. അപ്പോൾ ഞാൻ വീണ്ടും നെക്സ്റ്റ് ഡേ ഞാൻ അവരെ ഓഫീസിൽ ഞാൻ അങ്ങോട്ട് വിളിച്ചിട്ട് ചോദിച്ചു, ഇങ്ങനെ ഒരു ഹേമ എന്ന് പറഞ്ഞ ഒരാൾ എന്നെ ഇങ്ങനെ വിളിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ഇങ്ങനെ ഒരു ആളെ ഇവിടെ ഇല്ല, ഇവിടെ വർക്ക് ചെയ്യുന്നതിനകത്ത് ലേഡീസിനകത്ത് അത്രയും പേര് ഇവിടെ ഇല്ല, ഈ ഒരു പേരൊട്ടും ഇല്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നത് മാതാവ് എനിക്ക് വേണ്ടി ഇങ്ങോട്ട് വിളിച്ച് എന്നെ ഇങ്ങോട്ട് വിളിച്ച് എൻ്റെ NOC ഇങ്ങനെ ചോദിച്ച് ഞാൻ അവർക്ക് ഒന്നുകൂടെ അയച്ചു കൊടുത്തപ്പോഴത്തേനും എനിക്കൊരു അത് ഞാനിങ്ങനെ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു, എനിക്ക് ഇത്രയും നാൾക്ക് മുന്നേ എനിക്ക് കിട്ടണം. ഞാൻ അടുത്ത ദിവസം, അതൊരു തിങ്കളാഴ്ച ദിവസമായിരുന്നു, ഞാൻ നെക്സ്റ്റ് ഡേ ഞാൻ സൺഡേയിൽ പള്ളിയിൽ പോകുന്നതിന് മുൻപ് എനിക്കത് പള്ളി വന്ന് നന്ദി പറയാൻ വേണ്ടിയിട്ട് എനിക്ക് പറ്റണം എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ വെള്ളിയാഴ്ചയായി, അടുത്ത ദിവസം ശനിയാഴ്ച സെക്കൻഡ് സാറ്റർഡേ ആണ്. അപ്പോൾ എനിക്ക് എന്തായാലും അറിയാം ഒരിക്കലും എൻ്റെ സർട്ടിഫിക്കറ്റ് അത് കിട്ടത്തില്ല, എനിക്ക് സൺഡേയിൽ പോയി നന്ദി പറയാനും പറ്റത്തില്ല എന്നുള്ള രീതിയിൽ. കാരണം അത്രയ്ക്ക് ഞാൻ സെക്കൻഡ് സാറ്റർഡേ ഇപ്പോൾ ഏത് പോസ്റ്റ് ഓഫീസാണ് ഇങ്ങനെ തുറന്നു വെച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള രീതിയിൽ എന്തായാലും ഞാൻ മാതാവിനെ നന്നായിട്ട് തള്ളിപ്പറഞ്ഞു. ഞാൻ ഇനി ഒരിക്കലും പ്രാർത്ഥിക്കത്തില്ല, ഞാൻ ഇതിന് വേണ്ടിയിട്ട് ആ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു തുടങ്ങി. എന്നിട്ട് അതുപോലും എനിക്ക് മാതാവ് തരുന്നില്ല എന്നുണ്ടെങ്കിൽ എങ്ങനെയാണെന്നുള്ള രീതിയിൽ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചില്ല, ഞാൻ തള്ളിപ്പറഞ്ഞു. വെള്ളിയാഴ്ച ദിവസം ഞാൻ അങ്ങനെ പറഞ്ഞെങ്കിൽ ശനിയാഴ്ച എന്തായാലും എനിക്കറിയാം ഞാനൊന്നും മൈൻഡേ ചെയ്യുന്നില്ല, ഞാനങ്ങനെ തള്ളി പറഞ്ഞുകൊണ്ട് തന്നെ ഇങ്ങനെ ഇരിക്കുക. ശനിയാഴ്ച ദിവസം എനിക്കൊരു 2:30 പോലെ പോസ്റ്റ് ഓഫീസിൽ നിന്ന് എൻ്റെ അടുത്ത് ഇങ്ങോട്ട് വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, നിങ്ങളുടെ ഇത് സർട്ടിഫിക്കറ്റ് ഇവിടെ വന്ന് കിടപ്പുണ്ട്, വന്നെടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ അപ്പം തന്നെ പോയി എടുത്തു. ഞാനത് സൺഡേയിൽ ഞാൻ സൺഡേ പോകുന്നതിന് മുന്നേ ഞാൻ അന്ന് തന്നെ ഞാൻ പള്ളിയിൽ പോയി നന്ദി പറഞ്ഞതിൻ്റെ. അതല്ലാതെ എൻ്റെ അന്നത്തെ ആ രജിസ്റ്റേർഡ് സർട്ടിഫിക്കറ്റ് എനിക്കത് കിട്ടി, കേരളത്തിൽ എനിക്ക് ജോലി ചെയ്യാൻ പറ്റുന്ന പോലെ എനിക്ക് കിട്ടി. അത് കഴിഞ്ഞിട്ട് ഇനി എനിക്ക് കിട്ടാതിരിക്കുന്നതെന്ന് പറഞ്ഞാൽ എനിക്ക് ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നതിൻ്റെ ഒരു പ്രൂഫും ഇല്ല, 1 ഇയറിൻ്റെ എക്സ്പീരിയൻസും എൻ്റെ കാര്യങ്ങളും ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ എനിക്ക് ഇത് തന്നെ എനിക്ക് മനസ്സിലായി എൻ്റെ മാതാവ് എനിക്കിനി അതെനിക്ക് തരാണ്ടിരിക്കത്തില്ല എന്നുള്ളത്. ഞാൻ ചെന്നൈയിലോട്ട് പോകാൻ ഞാനപ്പം മാതാവിൻ്റെ അടുത്ത് ഇതുപോലെ പറഞ്ഞു, എനിക്ക് ചുമ്മാ ഇങ്ങനെ കിട്ടിയെന്ന് പറഞ്ഞൊരു സാക്ഷ്യം എനിക്ക് ഇവിടെ വന്ന് പറയണ്ട, മാതാവിൻ്റെ അടുത്ത് വെച്ച് എനിക്ക് നല്ല അതിസാഹസികമായിട്ട് കിട്ടി എന്നുള്ള രീതിയിൽ എനിക്കൊന്ന് പറയണം എന്ന് വെച്ച് ഞാൻ മാതാവിൻ്റെ അടുത്ത് നല്ല രീതിയിൽ എനിക്ക് പറയിപ്പിക്കണേന്ന് പറയിച്ചു. ഞാൻ അന്ന് ചെന്നൈയിൽ എന്നാണോ ചെന്ന് ഇറങ്ങിയേ അന്ന് ഞാൻ ഞാൻ അവിടെ നിന്നൊരു ഹോസ്റ്റലിലാണ്. ഹോസ്റ്റലിൽ വന്നൊരു 2 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഞാൻ ഓർക്കുന്നത് എൻ്റെ ബാഗ് കാണാനില്ല എന്നുള്ള കാര്യം. ഞാൻ എൻ്റെ വീട്ടിൽ ഇതുവരെ പറഞ്ഞിട്ടില്ല, അമ്മയുടെ അടുത്ത് വന്ന് പറഞ്ഞിട്ട് ഞാനിവിടെ പറയാമെന്ന് വെച്ച് ഇരിക്കുമായിരുന്നു. ചെന്നൈയിൽ എല്ലാവർക്കും അറിയാം, ഇവിടെ എൻ്റെ വീട്ടിൽ പോലും ഞാനിങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടില്ല. കാരണം ഞാൻ കേട്ടിട്ട് മാത്രമേ ഉള്ളൂ ഇങ്ങനെ ബാഗ് മിസ്സാവുന്നുണ്ട് ഇങ്ങനെയൊക്കെ. പക്ഷെ അതെനിക്ക് തന്നെ സംഭവിച്ചല്ലോ. കാരണം ഞാനത് മാതാവിൻ്റെ അടുത്ത് ചോദിച്ച് വാങ്ങിച്ചതാണ്. കാരണം എനിക്ക് നല്ല രീതിയിൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ നല്ല രീതിയിൽ എനിക്ക് സാക്ഷ്യം പറയണമെന്ന് എനിക്കുണ്ടായിരുന്നു. അപ്പം മാതാവ് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോഴും എനിക്ക് കാണാതെ പോയപ്പോഴും എൻ്റെ മനസ്സിൽ ഞാൻ കൈ നീട്ടിയിരിക്കുന്നത് മാത്രമേ എൻ്റെ മനസ്സിലുള്ളൂ, ആരോ എൻ്റെ കയ്യിലോട്ട് കൊണ്ട് തരുന്ന പോലെ എൻ്റെ ഒരു ഫീലിംഗ് ഉണ്ട്. പക്ഷെ ഞാൻ നന്നായിട്ട് കരയുന്നുണ്ട്, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. ഞാൻ ബാഗിൽ എൻ്റെ ATM പേഴ്സ് അടങ്ങിയ എല്ലാ കാര്യങ്ങളും ഉണ്ട്, ഫോൺ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അതിനു മുൻപ് ഞാനിവിടെ അച്ഛനെ കാണാൻ വന്നായിരുന്നു. ഇതുപോലെ എനിക്ക് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ല അങ്ങനെ പറഞ്ഞുകൊണ്ട് ഞാൻ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ അങ്ങനെ പറഞ്ഞ് ഞാൻ വന്നു. അപ്പോൾ അച്ഛൻ എനിക്ക് ഉടമ്പടിയല്ല അല്ലാത്ത സാധാ കാശുരൂപം എനിക്ക് അന്ന് തന്നായിരുന്നു. അങ്ങനെ ആ കാശുരൂപം മാത്രം എൻ്റെ കയ്യിലുണ്ട്, എൻ്റെ ഫോണുണ്ട്, ബാക്കിയെല്ലാം എൻ്റെ ആ ഒരു ബാഗിനകത്തായിരുന്നു. ആ ബാഗിനകത്ത് എൻ്റെ ബൈബിള് ഞാൻ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ, പിന്നെ ഫുഡുണ്ടായിരുന്നു. ആ ഫുഡിന് വേണ്ടിയിട്ടാണ് ഞാൻ ആക്ച്വലി എൻ്റെ ബാഗ് തപ്പിയത്. അപ്പോഴാണ് ഞാനിങ്ങനെ അറിയുന്നത് എൻ്റെ ബാഗ് മിസ്സായി എന്നുള്ളത്. എവിടെയാണെന്ന് എനിക്ക് ഒരു അറിവുമില്ല, എനിക്ക് എവിടെയാണ് കൊണ്ടുവച്ചതെന്ന് എനിക്ക് തന്നെ ഓർമ്മയില്ല അതെവിടെയാണെന്ന്. ചെന്നൈ സെൻട്രലിൽ ഞാൻ ഇറങ്ങി, അവിടെയാണെന്നൊന്നും അറിയത്തില്ല. ഞാൻ അവിടുന്ന് തിരിച്ച് മെട്രോയിൽ വന്നു, അവിടെയാണെന്നൊന്നും എനിക്കറിയത്തില്ല. അവിടുന്ന് ഞാൻ തിരിച്ച് എൻ്റെ ഹോസ്റ്റലിൽ വന്നത് റാപ്പിഡോ ബുക്ക് ചെയ്ത് ഓൺലൈൻ വഴിയാണ് വന്നത്. അവർക്ക് ഞാൻ സ്കാൻ ചെയ്താണ് പൈസ കൊടുത്തത്. അതുകൊണ്ട് അവർക്ക് എന്നെ കോണ്ടാക്റ്റ് ചെയ്യാൻ ഒരു മാർഗ്ഗവും ഇല്ല. ഇപ്പം അവർ ആ സ്കാൻ ചെയ്തുകൊണ്ട് അവർക്ക് ഒരിക്കലും എന്നെ തിരിച്ച് കിട്ടത്തില്ല. എനിക്കിപ്പം ആ ബാഗ് ഓട്ടോയിൽ ഇപ്പം മിസ്സായിട്ടുണ്ടെന്നറിയാൻ വേണ്ടിയിട്ട്. ഞാനപ്പോൾ എൻ്റെ അടുത്ത് ഈ കാശുരൂപം മാത്രമുണ്ട്, പിന്നെ എൻ്റെ ATM പൈസയുണ്ട്. ഞാൻ ആ പൈസ എൻ്റെ ഒരു ഫ്രണ്ടിന് ഞാൻ ഫോൺ വഴി, എൻ്റെ ഒരു ഫോൺ ഉള്ളതുകൊണ്ട് ഞാൻ ഫോൺ വഴി അവൾക്ക് സെൻഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ പൈസ ഓക്കെ ആയെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ ATM അടങ്ങിയ എല്ലാ കാര്യങ്ങളും എൻ്റെ ബാഗിനകത്ത് അതങ്ങനെ പോകുമെന്ന് എനിക്ക് മനസ്സിലായി. ആ ബാഗ് ഒരിക്കലും തിരിച്ചു കിട്ടുക, കാരണം എനിക്ക് അറിഞ്ഞുകൂടാ മെട്രോയിലാണോ
സെൻട്രലിലാണോ ഓട്ടോയിലാണോ അതുള്ളതെന്ന് എനിക്ക് അറിഞ്ഞിട്ടില്ല. അപ്പം ഞാൻ ആരും എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, പോലീസിൽ കംപ്ലയിൻറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. തൊട്ടപ്പുറത്ത് തന്നെയാണ് പോലീസ് സ്റ്റേഷൻ. ഞാൻ പോലീസ് സ്റ്റേഷനിലോട്ട് നടക്കുന്ന വഴിയിൽ ഇനി ഒരു ഓട്ടോ ഡ്രൈവർ അവിടെ ഇങ്ങനെ, റാപ്പിഡോ ഓട്ടോ ഡ്രൈവർ തന്നെയാണ്, അവൻ ആ റാപ്പിഡോ ആപ്പ് നോക്കിക്കൊണ്ടിരിക്കുന്നത്, ഞാൻ ആപ്ലിക്കേഷൻ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടു. കാരണം ഞാൻ ആ ആപ്പിൽ തന്നെയാണ് വന്നത്. അപ്പം ഞാൻ അങ്ങനെ കണ്ടപ്പോൾ ഞാൻ പെട്ടെന്ന് അങ്കിളിൻ്റെ അടുത്ത് ഞാൻ അങ്ങനെ ചോദിച്ചു, എനിക്ക് ഇങ്ങനെ ഒരു ഓട്ടോയിലൊക്കെ മിസ്സായെന്ന് എനിക്ക് അറിഞ്ഞുകൂടെ, എവിടെയാണ് മിസ്സായെന്ന് അറിഞ്ഞുകൂടെ, എനിക്കത് കിട്ടുമോ എന്ന് ചോദിച്ചു. ആ പുള്ളി എൻ്റെ അടുത്ത്, എൻ്റെ ഞാൻ ആ കൊച്ചിന് അയച്ചു കൊടുത്ത പൈസ അല്ലാതെ എൻ്റെ അടുത്ത് ഇനി ബാക്കി ബാലൻസ് 27 രൂപയാണ് എൻ്റെ ഫോണിലുണ്ടായിരുന്നത്. എൻ്റെ പൈസ ഉണ്ടായിരുന്നു, ഞാൻ അത് അയച്ചു കൊടുത്തു. അല്ലാതെ ബാലൻസ് 27 രൂപ. ഈ 27 രൂപ കൊണ്ട് എനിക്ക് എങ്ങും പോകാൻ പറ്റത്തില്ല. എനിക്ക് ആ ഓട്ടോയിൽ കയറി എങ്ങോട്ടും എനിക്ക് പോകാൻ പറ്റത്തില്ല. അറ്റ്ലീസ്റ്റ് ഫുഡ് പോലും വാങ്ങിക്കാൻ പറ്റത്തില്ലെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ എനിക്ക് എന്തായാലും മനസ്സിലായി, ഞാൻ കരയുന്നുണ്ട്, നല്ല രീതിയിൽ കരയുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് മനസ്സിലൊരു വിശ്വാസം, എനിക്ക് എന്തായാലും എനിക്കത് കിട്ടും എന്നുള്ളത്. എങ്ങനെയാണേലും ഞാൻ ഇവിടെ വന്നത് സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ടാണ്. ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞത് എനിക്ക് നല്ല രീതിയിൽ സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞുകൊണ്ടാണ്. അതിന് വേണ്ടിയിട്ടൊന്ന് ഒരുക്കുകയെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ ഞാൻ ആ ഓട്ടോ ഡ്രൈവറിൻ്റെ അടുത്ത് അവരെൻ്റെ അടുത്ത് പറഞ്ഞു, നീ ഒന്നും തരണ്ട, നിനക്ക് എവിടേക്കാണ് പോകേണ്ടതെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി, ഞാൻ അവിടെ കൊണ്ടുവിടാമെന്ന് പറഞ്ഞു. ഞാൻ ആ ഓട്ടോ ഡ്രൈവറിൻ്റെ അടുത്ത് ഫസ്റ്റ് ഞാൻ മെട്രോ സ്റ്റേഷൻ ചോദിച്ചു, മെട്രോ സ്റ്റേഷനിൽ കൊണ്ടുവിടാവുന്ന പൈസ ഞാൻ എങ്ങനെയെങ്കിലും തരാം, 27 രൂപയുള്ള എൻ്റെ അക്കൗണ്ടിൽ എങ്ങനെയെങ്കിലും തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അവരൊന്നും കുഴപ്പമില്ല വരാമെന്ന് പറഞ്ഞു. ഞാൻ മെട്രോയിൽ ഇറങ്ങി ലഗേജ് വെച്ച സ്ഥലത്ത് ഞാൻ നോക്കി, അവിടെ 2 ലേഡീസ് അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അവരോടും ചോദിച്ചു ഇവിടെ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവർ കുറേ നേരമായിട്ട് അവിടെ ഇരിക്കുക, ഇങ്ങനെ ഒരു ബാഗ് ഇവിടെ ഞങ്ങൾ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. ഞാൻ അവിടുന്ന് കയറി ഓട്ടോയിൽ ഇരുന്നു, തിരിച്ച് നെക്സ്റ്റ് സെൻട്രൽ സ്റ്റേഷനിൽ പോകാൻ വേണ്ടിയിട്ട് അവിടെ ഇരുന്നു. അവിടെ ഇരുന്നപ്പോൾ എൻ്റെ മനസ്സിൽ വീണ്ടും നീ താഴെ പോയി ചോദിക്കുക, എൻക്വയറിയിൽ ഒരു ഇൻഫർമേഷൻ സെൻറ്റർ ഉണ്ടല്ലോ, അവിടെ പോയി ചോദിക്കുന്ന എൻ്റെ മനസ്സ് പറയുന്നു. ഞാൻ വീണ്ടും ഓട്ടോയിൽ നിന്ന് ഇറങ്ങി ഞാൻ വീണ്ടും അങ്ങോട്ട് അങ്കിളിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് അങ്ങോട്ട് പോയി നോക്കി. ഞാൻ ജസ്റ്റ് നമ്മളെ ഇത് ചെയ്യുന്നതിൻ്റെ ഇവിടെ ജസ്റ്റ് അങ്ങോട്ട് ഇൻഫർമേഷൻ സെൻറ്ററിൽ എടുത്തോട്ട് പോയി എൻ്റെ ബാഗെന്ന് വരെ പറഞ്ഞുള്ളൂ. എന്നെ ഒരു റൂമിലോട്ട് അവർ കൊണ്ടുപോയി. ഞാൻ റൂമിലോട്ട് ചെന്നപ്പം ഞാൻ ഡോറ് തുറന്ന് നോക്കിയപ്പം അവിടെ കാണുന്നത് അവരൊരു FIR കംപ്ലയിൻറ്റ് രജിസ്റ്ററിൽ 1 എന്ന് സീരിയൽ നമ്പർ ഇട്ട് ഒരു ബാഗ് മിസ്സിംഗ് എന്ന് പറഞ്ഞ് എഴുതാൻ തുടങ്ങുന്നതാണ്. 1 എന്ന് അവർ സീരിയൽ നമ്പർ ഇട്ടത് മാത്രമേ ഉള്ളൂ. അപ്പോഴത്തേനും അവർ എൻ്റെ അടുത്ത് ചോദിച്ചു, നീ എങ്ങനെ ഇപ്പം ഈ ഒരു 1 ഞാൻ ഇടാൻ നേരത്ത് നിങ്ങൾ എങ്ങനെ ഇങ്ങനെ വന്നു എന്ന് എൻ്റെ അടുത്ത് ചോദിക്കുക. അതാരെ ഇങ്ങനെ കൊണ്ടുവിട്ടേന്ന്. കാരണം ആ FIRനകത്ത് അവരങ്ങനെ ഫയൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഒരിക്കലും ആ ബാഗ് പെട്ടെന്ന് കിട്ടത്തില്ല. കിട്ടും, പ്രൊസീജിയേഴ്സ് നിറയെ ഉണ്ട്, എനിക്ക് പെട്ടെന്ന് പോകാൻ ഇവിടുന്ന് പറ്റത്തില്ല. അപ്പോൾ അവരിതുപോലെ പറഞ്ഞു, ഇങ്ങനെ എങ്ങനെ ഇത് ഇനിയിപ്പോൾ കണക്കിലെ കാണിക്കേണ്ടായല്ലോ, ഇങ്ങനെ ഒരിക്കലും നിനക്ക് കിട്ടത്തില്ല, ഇതൊരു ഭാഗ്യമാണല്ലോ എന്ന് പറഞ്ഞു. അവിടെ എൻ്റെ മാതാവ് എന്നെ രക്ഷിച്ചത്. അത് എനിക്ക് നല്ല രീതിയിൽ സാക്ഷ്യം പറയേണ്ടതുകൊണ്ട് അമ്മ തന്നെ എനിക്ക് അത്രയും നല്ല രീതിയിൽ എന്നെ കൊണ്ടെത്തിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് കഴിഞ്ഞിട്ട് എനിക്ക് എന്തായാലും ഇത്രയും കിട്ടിയ സ്ഥിതിക്ക് എൻ്റെ സർട്ടിഫിക്കറ്റ് എല്ലാം കിട്ടുമെന്ന് എനിക്ക് ഉറപ്പായി. കാരണം അല്ലെങ്കിൽ എൻ്റെ മാതാവ് എന്നെ അപ്പോഴേ എൻ്റെ ബാഗ് എനിക്ക് അങ്ങനെ കളഞ്ഞു തരേണ്ടത്. അല്ലെങ്കിൽ എനിക്കിപ്പോൾ ഇത്രയും കണ്ടുപിടിച്ച് തന്നപ്പോൾ ഞാൻ ഇവിടുന്ന് തമിഴ് പത്രമൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോയി. കാരണം ചെന്നൈയിലോട്ട് പോകുന്നുണ്ട്. പിന്നെ ഒരു 10 കാശ് രൂപ മേടിച്ചുകൊണ്ട് പോയി. അങ്ങനെ ഞാൻ ആ സിഇഒയുടെ ഓഫീസിൽ കയറുന്നതിന് മുൻപ് എല്ലാ തമിഴ് പത്രങ്ങളും തീർത്ത് അത് കൊടുക്കുന്നത് ചുമ്മാ അങ്ങനെ കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെയല്ല ഞാൻ കൊടുത്തു. ഓരോരുത്തരുടെ അടുത്തും പോയി അങ്ങനെ പറഞ്ഞ് നല്ല എങ്ങനെയൊക്കെയാണോ എൻ്റെ അനുഭവങ്ങൾ, എൻ്റെ അത്രയും നേരത്തെയുള്ള കാര്യങ്ങൾ, ബാക്കി അനുഭവങ്ങളെല്ലാം പറഞ്ഞ് ഞാൻ പത്രങ്ങൾ കൊടുക്കുന്നത്. അവിടെ ഒരു ചാപ്പലുണ്ട് ഹോസ്പിറ്റലിനകത്ത് തന്നെ. ആ ഹോസ്പിറ്റലിനകത്ത് വരുന്നവരെല്ലാം സിക്ക് പേഷ്യൻസാണ് വരുന്നത്, അവരാരും സന്തോഷം കൊണ്ട് വരുന്നവരല്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ എൻ്റെ കാര്യങ്ങൾ വർക്കൗട്ട് ആവുമെന്ന്. ഞാനപ്പോൾ ഞാൻ ഉപ്പ് ഞാൻ കുറച്ച് മമ്മിയുടെ അങ്ങനെ എടുത്തിട്ട് പോയിട്ടുണ്ടായിരുന്നു, ഉടമ്പടിയിൽ നിന്ന് കിട്ടിയത്. അത് ഞാൻ അവിടെ വരുന്ന പേഷ്യൻസിന് അങ്ങനെയുള്ളവർക്കൊക്കെ ഞാനിങ്ങനെ ഉപ്പ് ഞാൻ അങ്ങനെ കൊടുത്തു. കാശ് രൂപ ഞാൻ അവിടെ നടന്ന് വിതരണം ചെയ്തു. എല്ലാം എൻ്റെ കഴിഞ്ഞിട്ടാണ് ഞാൻ ഓഫീസിൽ സിഇഒയുടെ അടുത്ത് കയറുന്നത്. സിഇഒയുടെ അടുത്ത് ഞാൻ കയറി അവിടെ ആ സിഇഒയുടെ ഫ്രണ്ടിൻ്റെ ബാഗ് ഞാൻ അവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ ബാക്കിയുള്ളവർ എന്നെ കാണുമ്പോൾ അവർ വിചാരിക്കും എനിക്ക് മെൻ്റലായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് വിചാരിക്കും. കാരണം എൻ്റെ ലിപ്പ് മൂവ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുക എപ്പോഴും. കാരണം ഞാൻ വിശ്വാസ പ്രമാണം തന്നെ എനിക്ക് എത്ര വട്ടമാണ് ഞാനത് ചൊല്ലിയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. 100 കൂടുതൽ വട്ടം ഞാൻ ചൊല്ലിയതുപോലെ എനിക്ക് ഞാൻ ജപമാലയൊന്നും, ഞാനൊരു ഓർത്തഡോക്സ് ആയതുകൊണ്ട് എനിക്കങ്ങനെ ഞാൻ ഒരിക്കലും ജപമാലയിലോട്ട് വരും എന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. എൻ്റെ ചേച്ചി യൂട്യൂബിനകത്ത് നിന്ന് പഠിച്ചാണ് ജപമാല ചൊല്ലാൻ തുടങ്ങിയത്. അപ്പോഴും എൻ്റെ മനസ്സിൽ ഒരിക്കലും ഞാൻ ജപമാല ചൊല്ലിയിട്ട് ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കത്തില്ല എന്ന് തന്നെ ഞാനിങ്ങനെ വിചാരിച്ചത്. പക്ഷേ അന്ന് എനിക്ക് മനസ്സിലായി, ഞാൻ ജപമാല ലുത്തിനി ഉൾപ്പെടെ ഞാനും പഠിച്ചു. അങ്ങനെ എനിക്ക് മനസ്സിലായി ഒത്തിരി അനുഗ്രഹങ്ങൾ എനിക്ക് ജപമാല ചൊല്ലി എൻ്റെ മാതാവ് എനിക്ക് തരുന്നുണ്ട്.
അങ്ങനെ ഞാൻ സിയോടെ അടുത്ത് ഈ വിശ്വാസ പ്രമാണം ഫുള്ള് ഞാൻ ചൊല്ലിയിരുന്ന് ഞാൻ സാറിൻ്റെ അടുത്തോട്ട് കയറി. സാറിൻ്റെ അടുത്ത് കയറിയപ്പോൾ അവരെൻ്റെ അടുത്ത് അത്രയും മുന്നേ എന്നെ ആട്ടിവിട്ട ആ മനുഷ്യൻ ചിരിച്ചുകൊണ്ട് എൻ്റെ അടുത്ത് ഇങ്ങോട്ട് പറയുന്നത്, ആ ശരി നീനൊക്കെ പ്രൊസീഡ് ചെയ്യാം, മാമിൻ്റെ അടുത്ത് പോയി പ്രൊസീഡ് ചെയ്തോ എന്നുള്ള രീതിയിൽ എൻ്റെ അടുത്ത് പറയുന്നു. ഞാൻ പോയി സർട്ടിഫിക്കറ്റ് ചോദിക്കാൻ നേരത്ത് അത്രയും HR ഒക്കെ അവിടുത്തെ അവർ എന്നെ തള്ളിക്കളഞ്ഞ. അതിന് മുൻപ് ഞാൻ പോയി റിസൈൻ ചോദിക്കാൻ നേരത്ത് ഒരിക്കലും എനിക്ക് നിനക്ക് കിട്ടത്തില്ല, നീ ഇവിടെ ബോണ്ട് ചെയ്യേണ്ടത് നടക്കുന്ന തരത്തില്ല എന്നൊക്കെ പറഞ്ഞു. ഞാൻ വീണ്ടും ചോദിച്ചപ്പോൾ ഞാൻ അങ്ങോട്ട് മാറിയിരിക്കുമായിരുന്നു. പുള്ളി എന്നെ വിളിച്ചുകൊണ്ട് പോയിട്ട് ഇതുപോലെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വാ, ക്യാൻറ്റീനിൽ വാ, നീ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഒന്നും ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് അത്രയും കെയർ എൻ്റെ കാര്യത്തിൽ ഇങ്ങോട്ട് കാണിക്കും. അപ്പം മാതാവ് എനിക്ക് വേണ്ടി അവിടെ ആരെയോ കണ്ടുവെച്ച പോലെ HR എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അങ്ങോട്ട് പോയി മിണ്ടാൻ പോലും പറ്റത്തില്ല. സാർ എന്നുള്ള ഒരു രീതിയിൽ കഴിഞ്ഞിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ എനിക്ക് ഇങ്ങോട്ടൊരു ഫ്രണ്ട് പോലെ എന്നെ ഇങ്ങോട്ട് കണ്ടുകൊണ്ടിരിക്കും. അപ്പം അവർ തന്നെ എൻ്റെ അടുത്ത് പറയുന്നുണ്ട്, എന്തിനാ ഞാൻ നിൻ്റെ അടുത്ത് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നറിയാവോ, വെറുതെ അവിടെ വേണമെങ്കിൽ ഇരിക്കട്ടെ എന്ന് എനിക്ക് വിചാരിച്ചാൽ മതിയായിരുന്നു. പക്ഷേ എനിക്ക് നിന്നെ കണ്ടപ്പോൾ എനിക്ക് സ്ട്രൈക്കായി. നിൻ്റെ പേര് ലിൻഡ എന്നാണ്, എൻ്റെ ഫ്രണ്ടിൻ്റെ പേര് ലിൻഡ എന്നാണ്, അവളും കേരളത്തിലാണ്. അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു സ്ട്രൈക്കായി. എന്തോ ഒരു നിൻ്റെ ഫേസ് കണ്ടപ്പോൾ എന്തോ തോന്നി, അതുകൊണ്ടാണ് ഇങ്ങനെ ഒന്ന് കൂടെ വിളിക്കണമെന്ന് തോന്നിയത്. എൻ്റെ ഫ്രണ്ടിൽ വെച്ച് ഞാൻ ഫുഡ് അവരെനിക്ക് വേണ്ടിയിട്ട് മീൽസ് ഓർഡർ ചെയ്യുന്നു. ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ സാറ് എനിക്ക് വേണ്ടിയിട്ട് ഹയർ അതോറിറ്റിയിൽ വിളിച്ച് പറയുന്നു, ഇവളുടെ എല്ലാ സർട്ടിഫിക്കറ്റും ഞാൻ വരുമ്പോൾ തന്നെ റെഡിയാക്കി വെക്കാമെന്ന്. അതെനിക്ക് ഞാൻ അവിടെ ഇരുന്ന് ഞാൻ അവിടെ തന്നെയൊക്കെ ചവിട്ടി നോക്കുക. കാരണം ഇതൊക്കെ സ്വപ്നമാണോ അതോ ഞാൻ എന്താ ഇവരെൻ്റെ ഫ്രണ്ടിൽ വെച്ച് തന്നെ ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ കാണിക്കുന്നതെന്നുള്ള രീതിയിൽ ഞാൻ ഇങ്ങനെ ഇരിക്കുന്നു. ഞാൻ മേളിൽ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് മേളിൽ ചെന്നപ്പോൾ തന്നെ എൻ്റെ സർട്ടിഫിക്കറ്റ് എല്ലാം റെഡിയായി. HR-ൻ്റെ സൈഡിൽ നിന്ന് എല്ലാ പ്രൊസീജിയറും കഴിഞ്ഞ് എനിക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്നു. ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞത് എനിക്ക് HR സൈഡിൽ നിന്ന് എക്സ്പീരിയൻസ് മതി, എനിക്ക് എല്ലാ സർട്ടിഫിക്കറ്റും അവിടെ നിന്നും മതി എന്നുള്ള, എനിക്ക് അതെങ്കിലും കിട്ടിയാൽ മതി എന്നായിരുന്നു. പക്ഷേ ചീഫ് നഴ്സിംഗ് ഓഫീസറിൻ്റെ നിന്ന് എനിക്ക് അവരിങ്ങോട്ട് പറഞ്ഞ് എനിക്ക് സർട്ടിഫിക്കറ്റ് അവരും എനിക്കൊരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റായിട്ട് തന്നു. അതൊന്നും ഞാൻ ഒരിക്കലും വിചാരിച്ചതല്ല. ഗ്രാജുവേഷൻ ഞാൻ പഠിച്ചത് 2017-21 ബാച്ചാണ്. എനിക്കിതുവരെ അപ്പോൾ ഞങ്ങളുടെ ഇത് ഇങ്ങനെ ഗ്രാജുവേഷനായിട്ട് നടത്തിയില്ല. അപ്പോൾ ഗ്രാജുവേഷൻ സർട്ടിഫിക്കറ്റിന് ഡിലേ വന്നു. ഞാൻ കോളേജിൽ ചോദിച്ചു അത് കിട്ടുമെന്ന് ചോദിച്ചപ്പം കിട്ടത്തില്ല അങ്ങനെ പറഞ്ഞു. കിട്ടത്തില്ല എന്ന് ചോദിച്ചു വീണ്ടും ഞാനൊരു റിസൈൻ്റെ കാര്യത്തിനൊരു സൈനിന് വേണ്ടിയിട്ട് ചുമ്മാ കോളേജിലോട്ട് ചെന്നപ്പോൾ അതും ഞാൻ ചോദിക്കാൻ അന്നത്തെ ദിവസം എനിക്ക് എൻ്റെ കയ്യിലോട്ട് ഇങ്ങോട്ട് കൊടുത്തത്. ഞാൻ 3 സർട്ടിഫിക്കറ്റാണ് മാതാവിൻ്റെ അടുത്ത് ചോദിച്ചത്. എനിക്ക് 4 സർട്ടിഫിക്കറ്റ് മാതാവ് എനിക്ക് തന്നത്. ഞാൻ ചോദിക്കാത്ത കാര്യം കൊണ്ട് എനിക്ക് മാതാവ് എൻ്റെ ലൈഫിന് വേണ്ടിയിട്ട് എൻ്റെ സർട്ടിഫിക്കറ്റ് കൊണ്ട് എന്തൊക്കെ ഗുണമുണ്ടോ അതെല്ലാ കാര്യങ്ങളും എനിക്ക് മാതാവ് തന്നു. റിസൈൻ്റെ കാര്യങ്ങൾ അതെല്ലാം എനിക്ക് ശരിയാക്കി തന്നു. ഇവിടുന്ന് അച്ഛനെ ഞാൻ കാണാൻ നേരത്ത് അച്ഛൻ എൻ്റെ അടുത്ത് ഇതുപോലെ മാതാവ് ഇന്ന് മുതൽ നിൻ്റെ കാര്യത്തിൽ ഇടപെടുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് പിന്നെ സാക്ഷ്യം പറയണമെന്നും പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി എന്തായാലും എനിക്ക് കിട്ടും. പിന്നെ ഈ ബാഗിൻ്റെ കാര്യമൊക്കെ എനിക്ക് മനസ്സിലായി. എനിക്ക് നല്ലതായിട്ട് എൻ്റെ രീതിയിലൊന്ന് പറയിക്കാൻ വേണ്ടിയിട്ടാണ് മാതാവ് എന്നെ ഇത്രയും ഞാൻ തന്നെ ചോദിച്ച് മേടിച്ചത്. എനിക്ക് ഇച്ചിരി സഹനം കിട്ടിയിട്ട് മതി എനിക്ക് എൻ്റെ സർട്ടിഫിക്കറ്റ്. എനിക്ക് ചുമ്മാ വന്ന് എൻ്റെ സർട്ടിഫിക്കറ്റ് എനിക്ക് തന്നു എന്ന് എനിക്ക് പറയാൻ ആഗ്രഹമില്ല. എനിക്ക് എന്തെങ്കിലുമൊക്കെ ഇച്ചിരി കഷ്ടപ്പെടുത്തിയിട്ട് എനിക്ക് എൻ്റെ സർട്ടിഫിക്കറ്റ് തന്നാൽ മതി എന്ന് ഞാൻ തന്നെ പറഞ്ഞുകൊണ്ട് എൻ്റെ മാതാവ് എനിക്ക് അത്രയും ഇപ്പം ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു. എനിക്ക് പത്രമൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് തീർന്നു പോകുമ്പോൾ എനിക്ക് വിഷമമാണ്. കാരണം പിന്നെ എനിക്ക് കൊടുക്കാനില്ലല്ലോ. കാരണം എനിക്കിഷ്ടം അങ്ങനെ പറഞ്ഞു കൊടുക്കാനായിട്ട്. എന്നെ ഇങ്ങനെ കേൾക്കുന്നവരും അവരും ഇങ്ങനെ പറയാറുണ്ട്, എനിക്കും ഇഷ്ടമാണ് നിൻ്റെ വിശ്വാസം കണ്ടിട്ട് എനിക്ക് അങ്ങനെ വരാൻ തോന്നുന്നു. ഞാൻ ഇങ്ങനെ തമിഴ്നാട്ടിൽ അങ്ങനെ ചെന്ന് ഓരോരുത്തർക്ക് ഇങ്ങനെ പറയാൻ നേരത്ത് അങ്ങനെ അവർ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പം എനിക്ക് എല്ലാ സർട്ടിഫിക്കറ്റും എൻ്റെ കയ്യിൽ എനിക്ക് കിട്ടി. എൻ്റെ മാതാവ് മാത്രം അത് തന്നത്. ഞാൻ ഇവിടെ വന്ന് കൃപാസനത്തിൽ മമ്മിയുടെയും ചേച്ചിയുടെ ഉടമ്പടി ചേച്ചി പുതുക്കിയപ്പം എൻ്റെ കാര്യം ഉടമ്പടിയിൽ വെച്ചിരുന്നു. മമ്മി നേരത്തെ എൻ്റെ കാര്യം ഉടമ്പടി വെച്ചിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് എൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടിയത്. യേശുവിനായിരം നന്ദി. മാതാവിന്